ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഡോക്സ് ബിയാഷ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിൽ ഏകദേശം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് തെരുവോരങ്ങളിൽ വന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ പ്രധാന ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ കുറെ പേര് പറയുന്നു ഞങ്ങൾ ഇനി ഇന്ത്യയുടെ കൂടെ പോകാൻ പോവുക, ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പാകിസ്ഥാന് അത് വലിയ രീതിയിലുള്ള പ്രശ്നമായതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ആർമി അവരൊന്ന് സമാധാനപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അതൊരു സമാധാനപരമായി പോകാത്തതുകൊണ്ട് തന്നെ ഏകദേശം 3-4 പേരെ കൊന്നു എന്ന് പറയുന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ വരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അതായത് നമ്മൾ സ്കൂളിലൊന്നും പഠിക്കാത്ത കുറെ കഥകൾ, അതായത് പാകിസ്ഥാൻ അതായത് ഇപ്പോഴും നമ്മുടെ ജമ്മു കാശ്മീരിന്റെ ഒരു പകുതി ഇപ്പോഴും പാകിസ്ഥാന്റെ കൈവശമാണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു പകുതി, അതായത് ഇന്ന് പാകിസ്ഥാന്റെ കയ്യിലുള്ള ആ ഒരു കാശ്മീർ എങ്ങനെയാണ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത്, അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ അവിടെ പ്രശ്നം നടക്കുന്നത്, അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിക്ക് ഇത് തിരിച്ചു പിടിക്കാൻ പറ്റുമോ, അതായത് ഇന്ത്യയുടെ ഒരു ഭാഗം ഇപ്പോഴും പാകിസ്ഥാന്റെ കൈവശാന്ന് പറഞ്ഞു, അത് ഇന്ത്യൻ ആർമിക്ക് തിരിച്ച് ക്ലെയിം ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. അടുത്ത വീഡിയോയിൽ അത് റെക്ടിഫൈ ചെയ്യുന്നതാണ്. ഇപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഒരു ഭാഗം, അതായത് കാശ്മീരിന്റെ ഒരു ഭാഗം എങ്ങനെയാണ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 1947 ഓഗസ്റ്റ് 15 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന ആ ഒരു സമയത്ത് ഏകദേശം 542 പ്രിൻസ്ലി സ്റ്റേറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഇന്ത്യയുടെ കയ്യിലുണ്ടായിരുന്നു. പ്രിൻസ്ലി സ്റ്റേറ്റിലുള്ള ആൾക്കാർക്കെല്ലാം തന്നെ ഒന്നെങ്കിൽ ഇന്ത്യയുടെ കൂടെ ജോയിൻ ചെയ്യാം, അതായത് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന 2 രാജ്യമായിട്ടാണ് ഇവിടെ പിരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഇന്ത്യയുടെ കൂടെ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നേരെ മറിച്ച് അവർക്ക് പാകിസ്ഥാന്റെ കൂടെ പോകാം. അപ്പോൾ മുസ്ലിം മെജോറിറ്റി ഉള്ള പകുതി വരും, അതായത് ഈ പാകിസ്ഥാന്റെ കൂടെ പോവുകയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് ഈ ജമ്മു കാശ്മീർ അതുപോലെ തന്നെ ഹൈദരാബാദ് ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രം ഇവർ ഇന്ത്യയുടെ കൂടെയും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ കൂടെയും ജോയിൻ ചെയ്യാൻ ഇവർക്ക് താല്പര്യമില്ലായിരുന്നു. അതിൽ ജമ്മു കാശ്മീർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതായത് ജമ്മു കാശ്മീർ ഒരു ജോഗ്രഫിക് രീതിയിൽ അവരൊരു സെപ്പറേറ്റ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അതായത് മറ്റു കാര്യങ്ങളെല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹൈദരാബാദും അതായത് അവർക്ക് 2 രാജ്യത്തിന്റെ കൂടെയും ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ഹൈദരാബാദ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ സെൻട്രൽ പൊസിഷനിലാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ജോഗ്രഫിക് രീതിയിൽ ഹൈദരാബാദിനെ അവിടെ സർവേ ആവാൻ പറ്റില്ല. പക്ഷെ ഈ ജമ്മു കാശ്മീരിന്റെ അവസ്ഥ അങ്ങനെയല്ലായിരുന്നു. അതായത് ജമ്മു കാശ്മീർ മേലെയാണോ ഉള്ളത്, അതായത് ഇന്ത്യക്കും പാകിസ്ഥാന്റെയും ഇടയിലല്ല. അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാനായിരുന്നു താല്പര്യം. അപ്പോൾ ആ ഒരു സമയത്ത് ജമ്മു കാശ്മീരിനെ ഭരിച്ചുകൊണ്ടിരുന്നത് ഹരിസിംഗ് എന്ന് പറയുന്ന ഒരു മഹാരാജാവല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഈ പാകിസ്ഥാന്റെ കൂടെയും ഇന്ത്യയുടെ കൂടെയും ചേരാൻ താല്പര്യമില്ല എന്ന് ബ്രിട്ടീഷേഴ്സിനെ അറിയിച്ചപ്പോൾ ബ്രിട്ടീഷേഴ്സും അത് അക്സെപ്റ്റ് ചെയ്യായിരുന്നു. പക്ഷെ ഹൈദരാബാദിൽ ഇങ്ങനെ അറിയിച്ചപ്പോൾ ഇന്ത്യ പറഞ്ഞു അതായത് ഹൈദരാബാദിൽ കൂടുതലും ഹിന്ദുക്കളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഹൈദരാബാദിനെ ഭരിച്ചുകൊണ്ടിരുന്നത് ഒരു മുസ്ലിം രാജാവായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾക്കെല്ലാം ഇന്ത്യയുടെ കൂടെ ജോയിൻ ചെയ്യാനായിരുന്നു താല്പര്യം. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഹൈദരാബാദിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു ഓപ്പറേഷൻ ഡിക്ലെയർ ചെയ്ത് അത് ഇന്ത്യയുടെ കൂടെ ജോയിൻ ചെയ്യായിരുന്നു. പക്ഷെ ജമ്മു കാശ്മീരിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതായത് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഹരിസിംഗ് എന്ന് പറയുന്ന മഹാരാജാവായിരുന്നു. പക്ഷെ അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടുതലും മുസ്ലിം മെജോറിറ്റി ആയിരുന്നു. അപ്പോൾ ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് അതായത് അവിടെയുള്ള മെജോറിറ്റി ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അത് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ പിന്നീട് അടുത്ത മാസം അതായത് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി അടുത്ത മാസം തൊട്ട് തന്നെ പാകിസ്ഥാനിലെ അതായത് ട്രൈബൽസ് എന്നാണ് പറയുന്നത്, പക്ഷെ എക്സാക്ട്ലി ടെററിസ്റ്റ് എന്ന് തന്നെ നമുക്ക് ഇവിടെ പറയാം. അതായത് പാകിസ്ഥാൻ ടെററിസ്റ്റുകൾ മെല്ലെ മെല്ലെ ഈ കാശ്മീരിന്റെ ഉള്ളിലോട്ട് കയറാൻ തുടങ്ങി. അതായത് ഓരോ സ്ഥലങ്ങൾ അവർ മെല്ലെ മെല്ലെ പിടിച്ച് അതായത് ഇന്നത്തെ ഹരിസിംഗിന്റെ കയ്യിലുണ്ടായിരുന്ന ആ സ്ഥലം അതായത് കാശ്മീർ ഫുള്ളും അവർ മെല്ലെ മെല്ലെ പിടിച്ച് മുന്നേറാൻ തുടങ്ങി. ഇന്ത്യയോട് ഒരു സഹായം ചോദിക്കുന്നു, അതായത് ഇനിയും നിൽക്കുകയാണെങ്കിൽ അതായത് ഇവർ ഫുള്ളായിട്ടും ഞങ്ങളുടെ എടുക്കും, അതുകൊണ്ട് തന്നെ ഇന്ത്യ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായ ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ഇന്ത്യൻ ഹോം മിനിസ്റ്ററായ സർദാർ വല്ലഭായ് പട്ടേലുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ രണ്ടും അതായത് ഈ ഹരിസിംഗുമായിട്ട് സംസാരിച്ച് ഹരിസിംഗിന്റെ അടുത്ത് പറയുന്നു അതായത് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്, പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു മഹാരാജ്യത്തിന്റെ കൂടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രമോ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് പറയുന്നു. അങ്ങനെ ഹരിസിംഗും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു, അതായത് ഞാൻ റെഡിയാണ്, ഇന്ത്യയുടെ കൂടെ ജോയിൻ ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്ന് പറയുന്നു. പക്ഷെ അദ്ദേഹം കുറച്ച് ഡിമാൻഡ് പറയുന്നു, ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പരിഗണന വേണം എന്ന് പറയുന്നു. അപ്പോൾ ഇതിനെയാണ് ജവഹർലാൽ നെഹ്റുവും അക്സെപ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞപ്പോഴെല്ലാം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആർട്ടിക്കിൾ 370 കിട്ടുകയും അതുപോലെ തന്നെ അവർക്ക് അതായത് സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രൈം മിനിസ്റ്റർ അതുപോലെ തന്നെ ഇന്ത്യയിൽ എന്തെങ്കിലും നിയമം എടുക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ അവർക്ക് ആദ്യം ബാധകമാവില്ല, അവർക്ക് വേണമെങ്കിൽ അത് പരിഗണിച്ചാൽ മതി, ഇങ്ങനെയുള്ള കുറെ നിയമങ്ങളോടെ കൂടിയാണ് അവരെ ഇന്ത്യയോട് കൂടെ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ഒക്ടോബർ 26 അതായത് ഓഗസ്റ്റ് കഴിഞ്ഞ് ഒക്ടോബർ 26 ഈ ഹരിസിംഗ് എന്ന് പറയുന്ന ഈ ഹരിസിംഗ് എന്ന് പറയുന്ന ഈ മഹാരാജാവ് ഇന്ത്യയോട് കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നതും. അങ്ങനെ ഒക്ടോബർ 27 അപ്പോൾ ഉണ്ടായിരുന്ന ഗവർണറായ മൗണ്ട് ബാറ്റൻ പ്രഭു ഇതിനെ അക്സെപ്റ്റ് ചെയ്യുകയും അങ്ങനെ
ഇന്ത്യയും അതായത് കാശ്മീരിനെ ഇന്ത്യയുടെ കൂടെ ജോയിൻ ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഉണ്ടായിരുന്ന അതായത് ഇന്ത്യൻ ആർമിക്ക് പിന്നെ ഉണ്ടായിരുന്ന വലിയൊരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അതായത് ഇവരെ പുഷ് ചെയ്യണം. അതായത് പാകിസ്ഥാനിൽ നിന്ന് ആ ടെററിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ആർമീനെ അവർക്ക് വീണ്ടും പുഷ് ബാക്ക് ചെയ്യണം. അതായത് അവർ കാശ്മീരിന്റെ കുറേയധികം സ്ഥലങ്ങൾ അവർ പിടിച്ച് കൈവശപ്പെടുത്തി. അപ്പോൾ ഇവരെ എങ്ങനെയും പുഷ് ബാക്ക് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു ഓപ്പറേഷൻ ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ പുഷ് ബാക്ക് ചെയ്യുമ്പോൾ ഇന്ത്യക്ക് ഉണ്ടായിരുന്ന മേജർ അഡ്വാൻറ്റേജും ഒരു ഡിസ്അഡ്വാൻറ്റേജും എന്താണെന്ന് വെച്ചാൽ ഷെയ്ഖ് അബ്ദുള്ള എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു. അതായത് ഈ ഷെയ്ഖ് അബ്ദുള്ള എന്ന് പറയുന്നത് അതായത് കാശ്മീരിന്റെ നാഷണൽ കോൺഫറൻസ് എന്ന് പറഞ്ഞ ഒരു പാർട്ടിന്റെ ഒരു നേതാവായിരുന്നു ഈ ഷെയ്ഖ് അബ്ദുള്ള എന്ന് പറയുന്ന ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം ആരായിരുന്നു എന്ന് വെച്ചാൽ അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയ ജവഹർലാൽ നെഹ്റുയുടെ അടുത്ത സുഹൃത്തും കൂടിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് എങ്ങനെയായാലും കാശ്മീർ ഇന്ത്യയോടുകൂടെ ജോയിൻ ചെയ്യണം. അപ്പോൾ ഇതായിരുന്നു ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. അങ്ങനെ ഇദ്ദേഹം അതായത് കാശ്മീരിലുള്ള ജനങ്ങളെല്ലാം തന്നെ കൺവിൻസ് ചെയ്ത് ഇദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് എങ്ങനെയും ഇന്ത്യയോടുകൂടി ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് ഇവര് അതിനുള്ള രീതിയിലെല്ലാം തന്നെ അതായത് ഹരിസിംഗ് എന്ന് പറയുന്ന അദ്ദേഹം ഇന്ത്യയോടുകൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി ആ ഒരു അഗ്രിമെന്റിൽ സൈൻ ചെയ്തതിന്റെ പ്രധാന പ്രഷർ എല്ലാം കൊടുത്തത് ഈ ഷെയ്ഖ് അബ്ദുള്ള എന്ന് പറയുന്ന ഇദ്ദേഹമാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ അതായത് ഇന്ത്യയോടുകൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യം കാണിച്ച് ഇവരെല്ലാം തന്നെ ജോയിൻ ചെയ്യുമ്പോൾ ഇന്ത്യൻ ആർമിക്ക് ഇച്ചിരി കൂടെ എളുപ്പമായി. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം തന്നെ ഇദ്ദേഹം പറയുന്നത് കേൾക്കുന്നതുകൊണ്ട് തന്നെ ഈ ടെററിസ്റ്റ് ആൾക്കാരുമായിട്ട് അവരും കൂടെ ഏറ്റുനിന്ന് അതായത് ഇന്ത്യൻ ആർമിക്ക് പെട്ടെന്ന് തന്നെ ഇവരെ പുഷ് ബാക്ക് ചെയ്യാൻ ശ്രമിക്കാൻ അതായത് പുഷ് ബാക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെ പറയും. അപ്പോൾ ഇങ്ങനെ പുഷ് ബാക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ ആർമിക്ക് അവിടെ കാത്തിരുന്ന വേറൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതായത് ഒരു സ്ഥലം വരെ അതായത് ഏകദേശം ഇവരെ പുഷ് ബാക്ക് ചെയ്ത് ആ ഒരു പോയിന്റ് എത്തുന്നോടം വരെ അതായത് അവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ ആർമീനെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ആ ഷെയ്ഖ് അബ്ദുള്ള എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് ഉള്ളതോളം അതായത് അദ്ദേഹത്തിന്റെ പാർട്ടിന്റെ ഇൻഫ്ലുവൻസ് എവിടം വരെ ഉണ്ടായിരുന്നോ അവിടെ വരെയുള്ള ജനങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ ആർമിക്ക് കൂടുതലും സപ്പോർട്ടായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോൾ അവരെല്ലാം തന്നെ റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് പലരും ഇന്നും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അന്ന് ഇന്ത്യ ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. അതെന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യ ഇതിനെ UN അസംബ്ലിയിലോട്ട് കൊണ്ടുപോകുന്നു. അതായത് ഇന്ത്യ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ അതായത് ഇതിനെ ഫുള്ളായിട്ടും UN ജനറൽ അസംബ്ലി കൊണ്ടുപോകുമ്പോൾ അത് ഫുള്ളായിട്ടും ഇന്ത്യക്ക് തിരിച്ചു കിട്ടുന്നത്. പക്ഷെ അവിടെ നടന്നത് മറ്റൊന്നായിരുന്നു. അതായത് അവിടെ സീസ് ഫയറിനുള്ള അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു. അതായത് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എവിടം വരെ വന്നിട്ടുണ്ടോ അവിടെ അവർ സ്റ്റോപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് എവിടം വരെ അവർ പിടിച്ചെടുത്ത് പോയിട്ടുണ്ടോ അവിടെ അവർ സ്റ്റോപ്പ് ചെയ്യണം. അതായത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്ന രണ്ട് സ്ഥലത്തും അവർ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഇതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരു വോട്ടിങ്ങിലൂടെയോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് ഒരു സീസ് ഫയർ അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു. അന്ന് ആ ഒരു യുദ്ധം തുടർന്നു പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്നും അതായത് ആ ഒരു സ്ഥലം ഇന്ത്യയുടെ കൈവശം തന്നെ ഉണ്ടായിരുന്നേനെ. പക്ഷെ അന്ന് അത് ഇന്ത്യ കൊണ്ടുപോകാത്തത് കൊണ്ടാണ് അത് നഷ്ടപ്പെട്ടത് എന്നാണ് പലരും പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഈ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം രണ്ടായി സ്പ്ലിറ്റ് ആവുന്നത്. അപ്പോൾ ഇന്ത്യ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഭാഗം പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ അതായത് പാകിസ്ഥാൻ ആക്രമിച്ച കാശ്മീരാണ്. പക്ഷെ പാകിസ്ഥാന്റെ മാപ്പിലെല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യ ഓക്യുപ്പൈഡ് കാശ്മീർ അതായത് ഇന്ത്യയുടെ ഭാഗത്തുള്ള കാര്യങ്ങളെല്ലാം അവരുടെ ആയിരുന്നു കാശ്മീർ. പക്ഷെ അത് അതായത് ഇന്ത്യ എടുത്തതാണെന്ന് പറഞ്ഞിട്ടാണ് അവരെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. ഈ സ്ഥലത്തിന് പാകിസ്ഥാൻ ഇന്നും വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആസാദ് കാശ്മീർ എന്നാണ്. ആസാദ് കാശ്മീർ എന്ന് വെച്ചാൽ അതായത് സ്വതന്ത്രം കിട്ടിയ കാശ്മീർ എന്ന്. അപ്പോൾ ഈ ഒരു സ്വതന്ത്ര കാശ്മീരിൽ ഉള്ള ആൾക്കാർക്കെല്ലാം തന്നെ കൂടുതലായിട്ടും ഫ്രീഡം ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വരുത്തി തീർക്കാൻ വേണ്ടി പാകിസ്ഥാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് CM അല്ല ഇവിടെ PM-ഉം അതുപോലെ തന്നെ പ്രസിഡന്റും ഇവർക്ക് തനിച്ചു കൊടുത്തു. അപ്പോൾ എല്ലാ ഡിസിഷനും പാകിസ്ഥാന്റെ അതായത് പ്രസിഡന്റ് ആയിരിക്കും എടുക്കുന്നത്. പക്ഷെ ഇവര് അതായത് പുറം രാജ്യത്ത് ഇവർക്ക് ഫ്രീഡം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു 2 ഡമ്മി പ്രൈം മിനിസ്റ്ററിനെയും അതുപോലെ തന്നെ പ്രസിഡന്റിനെയും ഇവിടെ കൊണ്ട് ഇരുത്തി. അപ്പോൾ ഇന്നും ഇവർക്ക് പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യക്ക് ആ ഒരു കാശ്മീരിന്റെ ഒരു പകുതി ഇന്നും പാകിസ്ഥാന്റെ കൈവശം കൊടുക്കേണ്ട വന്നത്. അപ്പോൾ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് പലർക്കും തോന്നാം. അപ്പോൾ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതായത് കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് തന്നെ ഈ ഒരു പ്രശ്നം നീണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് റഷ്യ ഉക്രൈൻ വാർ കഴിഞ്ഞപ്പോൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഇൻഫ്ലേഷൻ കൂടാൻ തുടങ്ങി. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ജനങ്ങൾക്കെല്ലാം തന്നെ അഫോർഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എമൗണ്ടിലാണ് സാധനങ്ങളെല്ലാം കിട്ടുന്നത്. അതുകൊണ്ട് അവർക്ക് പൈസ കൊടുക്കാണ്ടെങ്കിലും സാധനം കിട്ടാത്ത അവസ്ഥ, അതുപോലെ തന്നെ പൈസ കൂടുതൽ, ഇങ്ങനെ പല അവസ്ഥകളിലും തന്നെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആയത് ഒരു രാജ്യമാണെങ്കിൽ അത് പാകിസ്ഥാനാണ്. അതായത് അവരുടെ എക്കണോമി തന്നെ ഡൗൺ ആകുകയും അതുപോലെ തന്നെ അവർ IMF നിന്നെല്ലാം ലോൺ എടുക്കുകയെല്ലാം ചെയ്തു. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ IMF പറഞ്ഞു അതായത് നിങ്ങൾക്ക് ലോൺ അടിക്കാൻ തിരിച്ചടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളുടെ നാട്ടിലുള്ള ഇലക്ട്രിസിറ്റി ബിൽ അങ്ങനെയുള്ള എല്ലാത്തിനും പൈസ കൂട്ടി അതിൽ നിന്ന് കിട്ടുന്ന ടാക്സ് ആയിട്ട് നിങ്ങൾ തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞ ഒരു കർശന നിയമത്തോടു കൂടിയാണ് അവരിങ്ങനെ ഒരു ലോൺ എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെ അനുസരിച്ച് പാകിസ്ഥാന് ലോൺ കിട്ടാത്തതുകൊണ്ട് പാകിസ്ഥാൻ അനുസരിക്കുന്നു. അപ്പോൾ ഇവർക്കും പാകിസ്ഥാൻ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും അതായത് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലും അതുപോലെ തന്നെ ഇപ്പുറത്തുള്ള ഇന്ത്യയുടെ കയ്യിലുള്ള കാശ്മീരിലും ഉള്ള ആൾക്കാർക്കെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ എന്റെ വീട് ഇവിടെയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അങ്കിളുടെ അല്ലെങ്കിൽ കസിന്റെ ഒക്കെ വീട് അപ്പുറത്തായിരിക്കും. അതായത് 2 രാജ്യത്തായിരിക്കും. പക്ഷെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്ന രീതിയിലുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് മനസ്സിലാവേണ്ടത് അതായത് ഇന്ത്യയിലുള്ള ജനങ്ങളെല്ലാം വളരെ ഫ്രീ ആണ്, പ്രസ് ഫ്രീ ആണ്, അതുപോലെ തന്നെ എല്ലാ രീതിയിലും അവർക്ക് ഫ്രീഡം ഉണ്ട്. പക്ഷേ ഈ പാകിസ്ഥാൻ
പാകിസ്ഥാൻ ഓക്യുപൈഡ് കാശ്മീരിൽ കൂടുതൽ ആർമി ഫോഴ്സിനെ എല്ലാം കൊണ്ടുവന്ന് അവരെ അവിടെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുക. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഫ്രീഡം ഇല്ല, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബിൽ കൂടുതലാണ്. ഇങ്ങനെ പലതരത്തിലും അവിടെയുള്ള ജനങ്ങൾ പെടുകയാണ്. പക്ഷേ ഇന്ത്യയുടെ കൈവശമുള്ള ആ ഒരു കാശ്മീരിലുള്ള ജനങ്ങളെല്ലാം വളരെയധികം ഹാപ്പിയാണ്. അപ്പോൾ ഇതുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെയുള്ള ജനങ്ങൾക്ക് പൊതുവെ ഒരു അതായത് ഒബ്വിയസ്ലി ഒരു ദേഷ്യം വരുമല്ലോ, അതായത് നമ്മളും അപ്പുറത്തുള്ളവർ തന്നെയാണ്, പക്ഷേ ഇവർ പിടിച്ചു വെച്ചുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു അവസ്ഥ എന്ന് വരുന്നു. അപ്പോൾ ഇതാണ് അവിടെയുള്ള പ്രധാന പ്രശ്നം. അപ്പോൾ ഇപ്പോഴുള്ള പ്രധാന പ്രശ്നത്തിന് 3 കാരണങ്ങളാണ് പറയുന്നത്. അതായത് ഒന്ന്, അവിടെയുള്ള വീറ്റിന് പ്രൈസ് കൂടുതലാണ് എന്നാണ് പറയുന്നത്. അതായത് അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം കൂടുതലും വീറ്റാണ് കഴിക്കുന്നത്. അപ്പോൾ വീറ്റിന് ഏകദേശം 3000 രൂപയാണ് വരുന്നത്. പാകിസ്ഥാൻ റുപ്പിയിലാണ്. ഇന്ത്യൻ റുപ്പിയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 150 ആ ഒരു റേഞ്ച് വരും. പക്ഷെ അധികം കൂടുതലില്ലെങ്കിലും പക്ഷേ ഇപ്പുറത്ത് കമ്പയർ ചെയ്യുമ്പോൾ അപ്പുറത്ത് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇതാക്കുന്നത്. അതുപോലെ തന്നെ ഈ ആസാദ് കാശ്മീർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുടെ കാശ്മീരിൽ നിന്നാണ് അവർക്ക് പാകിസ്ഥാനിൽ നിന്ന് കൂടുതലും ഇലക്ട്രിസിറ്റി പോകുന്നത്. അപ്പോൾ ആ ഒരു ഇലക്ട്രിസിറ്റി അവരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും ഒരു യൂണിറ്റ് ഏകദേശം 10 രൂപയോളമാണ് അടയ്ക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ, അതായത് ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി നിങ്ങൾ എടുക്കുന്നത്, എന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്രയും അധികം യൂണിറ്റിന് കാശ് വാങ്ങുന്നത് അത് തെറ്റല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയും കുറക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് വേണ്ടാത്ത രീതിയിലുള്ള ആർമിയും റെസ്ട്രിക്ഷൻസ് എല്ലാമാണ് അവിടെയുള്ളത്. ആൾക്കാർ ജീവിക്കാൻ വിടുന്നില്ല എന്നാണ് അവിടെയുള്ള ജനങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൺജസ്റ്റഡ് ആയ ജീവിതം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളെ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വിട്ടേക്ക്, അതായത് ഇന്ത്യയിലൂടെ ഞങ്ങൾ ജോയിൻ ചെയ്ത് ഞങ്ങളും ഹാപ്പിയായി ജീവിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ. അപ്പോൾ ഇതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രശ്നം നടക്കുക. അവർ തിരിച്ച് ഇന്ത്യയുടെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ആർമിക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് അവരെ പിടിച്ചെടുത്താൽ പോരെ എന്ന് പലർക്കും സംശയം തോന്നാം. അതായത് അതിനെ ഫുള്ളായിട്ടും ആക്രമിച്ച് ഇന്ത്യയുടെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് നമ്മുടെ കാശ്മീർ, അതായത് നമ്മുടെ സ്കൂളിലെല്ലാം പഠിച്ച രീതിയിൽ ആ ഒരു മാപ്പിന്റെ രീതിയിൽ നമുക്കും കാശ്മീർ കാണാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് നല്ലതല്ലേ എന്ന് പലർക്കും തോന്നാം. പക്ഷെ അത് എത്ര എളുപ്പമല്ല. അതായത് ചൈനയുടെ ഒരു വലിയൊരു ട്രിഗർ ഉണ്ട്. അതെന്താണെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കൂടെ ജോയിൻ ചെയ്യാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതിന്റെ പിന്നിൽ ചൈനയും വലിയൊരു പൊളിറ്റിക്കൽ ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോൾ ചൈനയ്ക്ക് ഇതിലെന്താ പ്രശ്നം എന്ന് പലർക്കും തോന്നാം. അപ്പോൾ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് കൊറിഡോർ ഓഫ് മലാക്ക എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം, അതായത് ഇന്ത്യൻ ആർമിക്ക് ചൈനയെ എങ്ങനെയെല്ലാം ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയ ചൈന ഈ ഒരു പാകിസ്ഥാൻ ഓക്യുപൈഡ് കാശ്മീർ ഇപ്പോൾ പാകിസ്ഥാന്റെ കൈവശം ഉള്ളതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ചൈന കൊറിഡോർ എന്ന് പറയുന്ന ഒരു കൊറിഡോർ ഉണ്ട്. അപ്പോൾ ഇതിലൂടെ അതായത് ചൈനയിലോട്ട് വരുന്ന ചരക്കായിക്കോട്ടെ അതുപോലെ തന്നെ എണ്ണയെല്ലാം തന്നെ അവർക്ക് ഇത് 3 ദിവസം കൊണ്ട് ചൈനയിലോട്ട് എത്തിക്കാൻ കഴിയും. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ചൈനയ്ക്ക് കുറേയധികം സമയം ലാഭമാണ്. അതിന്റെ ഒപ്പം തന്നെ അതായത് ഇപ്പോൾ സ്ട്രേറ്റ് ഓഫ് മലാക്ക എന്ന് പറയുന്ന ആ ഒരു സ്ഥലം ഇന്ത്യൻ ആർമി ബ്ലോക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിലും അവർക്ക് ഇതിലൂടെ അവരുടെ ചരക്കെല്ലാം കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് ചൈനയ്ക്ക് ഇത് നല്ലവണ്ണം അറിയാം. അപ്പോൾ എന്ന് ഇത് ഇന്ത്യയുടെ കൈവശം പോകുന്നോ ചൈന ടോട്ടലി ബ്ലോക്ക് ആവുമെന്ന് ചൈനയ്ക്ക് നല്ലവണ്ണം അറിയാം. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, അതായത് ചൈനയും ഇപ്പോൾ പാകിസ്ഥാനെ ട്രിഗർ ചെയ്യാണ്. അതായത് ഇത് ഒരിക്കലും നിങ്ങൾ ഇന്ത്യയുടെ കൈവശം കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ചൈനയും ട്രിഗർ ചെയ്യുന്നത്. ഇതിന്റെ മറ്റൊരു പ്രശ്നം പാകിസ്ഥാൻ നേരിടുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് പാകിസ്ഥാൻ വർഷങ്ങളോളം പറയുന്നുണ്ട്, അതായത് ഈ കാശ്മീർ എന്ന് പറയുന്ന കാശ്മീരിലുള്ള ആൾക്കാരെല്ലാം തന്നെ ഇന്ത്യ ക്രൂരതയാണ് ചെയ്യുന്നത്, അവർക്ക് ഫ്രീഡം കൊടുക്കുന്നില്ല എന്ന്. അതായത് 1947 തൊട്ട് അവർ ഇത് 2024 വരെയും പറഞ്ഞു വരുന്ന ഒരേ ഒരു റീസൺ ഇത് തന്നെയാണ്. പക്ഷെ പാകിസ്ഥാൻ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അതായത് ഇന്ത്യയിലെ കാശ്മീരിലെ ജനങ്ങളെല്ലാം വളരെ ഹാപ്പിയാണ്, ഒരു പ്രശ്നവും അവർക്കില്ല. പക്ഷേ ഈ ഒരു വട്ടം ഇലക്ഷൻ, അതായത് ശ്രീനഗറിലെ ഇലക്ഷൻ എല്ലാം ഈ വട്ടം കൂടുതലും അതായത് വോട്ടിംഗ് വരെ വന്നു. പക്ഷേ ഈ ഒരു സ്ഥലത്തുള്ള ജനങ്ങളെല്ലാം പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരെ എതിർക്കുമ്പോൾ ആൾക്കാർ, അതായത് പുറം രാജ്യമെല്ലാം ഓർക്കും, അതായത് യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ കൈവശമാണ് പ്രശ്നമുള്ളത്, അപ്പോൾ ഇന്ത്യയുടെ കൂടെ നിൽക്കാമെന്ന് പല രാജ്യങ്ങളും പ്രതീക്ഷിക്കും. അപ്പോൾ ഇതുകൊണ്ട് പാകിസ്ഥാൻ അത് വലിയ പ്രശ്നമാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് പാകിസ്ഥാൻ, അതായത് ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ട രീതിയിലെല്ലാം സപ്പോർട്ട് നൽകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള 3 പ്രശ്നങ്ങൾ പറഞ്ഞ് അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോഴും പാകിസ്ഥാൻ, അതായത് അവരെല്ലാം ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഒരു സമാധാന രീതിയിലാണ് പോയത്. അല്ലാണ്ട് അവരെ വലിയ രീതിയിലുള്ള പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചില്ല. അങ്ങനെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് അത് സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും എന്ന് അറിയാം. ഇതിനെ തന്നെയാണ് നമ്മുടെ BJP സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് അവർ ആർട്ടിക്കിൾ 370 എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹോം മിനിസ്റ്റർ അമിത്ഷാ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഞങ്ങൾ വീണ്ടും വരികയാണെങ്കിൽ ഈ പോക്കിനെ ഫുള്ളായിട്ടും തിരിച്ചു പിടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ പാകിസ്ഥാൻ ഓക്യുപൈഡ് കാശ്മീരിൽ അപ്പുറത്ത് 2G മാത്രമേ ലഭ്യമുള്ളൂ. പക്ഷേ അവർ ഈ ബോർഡർ കഴിഞ്ഞ് ഇന്ത്യയുടെ ബോർഡർ കടന്നു കഴിഞ്ഞാൽ അവർക്ക് 5G ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം അവർ ഡെവലപ്മെന്റ് എല്ലാം കാണുന്നു. അതായത് ഇന്ത്യ 1947 തൊട്ട് കോൺഗ്രസും BJPയും മാറി മാറി ഭരിച്ച് ഇന്ത്യയിൽ പലതരത്തിലുള്ള ഡെവലപ്മെന്റ് വന്നു. അതായത് നമ്മൾ പലതരത്തിലുള്ള പൊളിറ്റിക്കൽ ഡിഫറൻസ് നമുക്കുണ്ടെങ്കിലും 2 ആൾക്കാരും കുറേയധികം ഡെവലപ്മെന്റ് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നു. അങ്ങനെ തന്നെയാണ് ഇത്രയും കാലത്തുകൊണ്ട് ഇന്ത്യ ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് എല്ലാം നടത്തിയത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇപ്പോൾ അതായത് ആദ്യം 5 to 10% ജനങ്ങൾ മാത്രമേ ഇന്ത്യയോടുകൂടെ ചേരാൻ താല്പര്യം കാണിച്ചുള്ളൂ. ഇന്നത്തെ അതായത് ഇപ്പോൾ റീസെന്റ് ഡേറ്റ അനുസരിച്ച് ഏകദേശം 40% ആൾക്കാർക്കും ഇന്ത്യയോട് കൂടെ ജോയിൻ ചെയ്യാനാണ് താല്പര്യം കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയും അതായത് കൂടുതലും അതായത് ഹോപ്പ്ഫുള്ളി ഇത് നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ചൈനയെ ഈ വഴിയിലും ബ്ലോക്ക് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് സ്റ്റേറ്റ് ഓഫ് മലാക്കയിലും ബ്ലോക്ക്
ബ്ലോക്ക് ചെയ്യാം. അപ്പോൾ ചൈന ഇന്ത്യയോട് കൂടി യുദ്ധം നടത്താൻ തന്നെ പേടിക്കും. അപ്പോൾ ഇതും നല്ലവണ്ണം ചൈനയ്ക്ക് അറിയുന്നതുകൊണ്ടാണ് ചൈന വേണമെന്ന് വെച്ച് അരുണാചൽ പ്രദേശിലും അതുപോലെ തന്നെ ലഡാക്കിലെല്ലാം വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് അതായത് ഇന്ത്യയുടെ ശ്രദ്ധ ഇങ്ങോട്ട് പോകും, അതിനെ ഫുള്ളായിട്ടും എടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിലാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ചൈനയ്ക്കും അറിയാം ഇത് ഈ ഒരു സ്ഥലം ഇന്ത്യയുടെ കൈവശം പോകുകയാണെങ്കിൽ അവർ ട്രാപ്പ് ആവും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ചൈനയും അതായത് പാകിസ്ഥാനെ അതായത് ഈ ഒരു സ്ഥലത്തിന് കൂടുതലായിട്ടും അവർ സപ്പോർട്ട് നൽകുന്നത്. അവർ അതായത് ഇപ്പോൾ പാകിസ്ഥാൻ്റെ അടുത്ത് അവർ ഇന്ത്യയിലായിട്ട് പറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് അവർക്ക് വേണ്ട എല്ലാ രീതിയിലും കൊടുക്കുക, അല്ലെങ്കിൽ അത് എനിക്കും നിനക്കുമാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മിസ്റ്റേക്ക് ആയി തോന്നുന്നത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.